ഡിസ്ട്രാക്ഷൻസ് എങ്ങനെ ഒഴിവാക്കാം, കൂടുതൽ ഫോക്കസ്ഡായി എങ്ങനെ നിലനിൽക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡിസ്ട്രാക്ഷൻസ് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്ന, ഫോക്കസ്ഡായി നിലനിൽക്കാനോ വർക്ക് ചെയ്യാനോ സാധിക്കാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. സ്റ്റെപ്പ് 1, ഐഡൻറ്റിഫൈ യുവർ ഡിസ്ട്രാക്ഷൻസ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും അവർ ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നതെന്നോ അതിനുള്ള മെയിൻ റീസൺ എന്താണെന്നോ മനസ്സിലാക്കാൻ പലർക്കും സാധിച്ചിട്ടുണ്ടാകില്ല. നിങ്ങളെ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്ന മെയിൻ റീസൺ എന്താണെന്ന് കണ്ടെത്തുക. സ്വയം ചോദിക്കുക, എന്നെ ഏറ്റവും കൂടുതൽ വ്യതിചലിപ്പിക്കുന്നത് എന്താണ്? ചിലപ്പോൾ ഫോണായിരിക്കാം, സോഷ്യൽ മീഡിയ ആയിരിക്കാം, ചില ശബ്ദങ്ങളായിരിക്കാം, ചില ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ക്രമരഹിതമായ ചിന്തകളായിരിക്കാം. ഇതിൽ ഏതാണ് നിങ്ങളെ കൂടുതൽ ഡിസ്ട്രാക്റ്റഡ് ആക്കുന്നതെന്ന് തിരിച്ചറിയുക. എപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ തിരിക്കുന്നത്? രാവിലെ, ഉച്ചതിരിഞ്ഞ്, രാത്രി. ഇത്തരത്തിൽ ടൈം പാറ്റേണുകൾ മനസ്സിലാക്കി വെക്കുക. എന്തുകൊണ്ടാണ് ഞാൻ ശ്രദ്ധ തിരിക്കുന്നത്? മടുപ്പ് കൊണ്ടായിരിക്കാം, സമ്മർദ്ദം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ താല്പര്യമില്ലായ്മയായിരിക്കാം. ഇത്തരത്തിലുള്ള കാരണങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്താണ് ഇതിനുള്ള സൊല്യൂഷൻ? നിങ്ങളുടെ ശ്രദ്ധയെ തടസ്സപ്പെടുത്തുന്നത് എന്താണെന്ന് ട്രാക്ക് ചെയ്യുന്നതിന് കുറച്ച് ദിവസത്തേക്ക് ഒരു ഡിസ്ട്രാക്ഷൻ ജേണൽ സൂക്ഷിക്കുക. സ്റ്റെപ്പ് 2, സെറ്റ് ക്ലിയർ ഗോൾസ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് നിങ്ങളെ നിയന്ത്രിക്കും. സ്പെസിഫിക് ഗോൾസ് എഴുതി വയ്ക്കുക. ഞാൻ എൻ്റെ പ്രൊജക്റ്റിൽ 2 മണിക്കൂർ പ്രവർത്തിക്കും എന്ന് ഉറപ്പിക്കുക. വലിയ ജോലികളെ ചെറുതും വ്യക്തവുമായ ഘട്ടങ്ങളായി വിഭജിക്കുക. ഫസ്റ്റ് 30 മിനിറ്റ് റിസർച്ച്, നെക്സ്റ്റ് 30 മിനിറ്റ് റൈറ്റിംഗ്. സെറ്റ് ഡെഡ് ലൈൻസ്. ഇത് അർജൻസിയും ഫോക്കസും വർദ്ധിപ്പിക്കും. സൊല്യൂഷൻ: ഒരു സമയം ഒരു ടാസ്ക് എന്ന നിയമം ഉപയോഗിക്കുക. അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സ്റ്റെപ്പ് 3, കൺട്രോൾ യുവർ എൻവയോൺമെൻറ്റ്. നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളുടെ ശ്രദ്ധയെ രൂപപ്പെടുത്തുന്നു. വൃത്തിയുള്ളതും ശാന്തവും ശ്രദ്ധ വ്യതിചലിക്കാത്തതുമായ സ്ഥലത്ത് പ്രവർത്തിക്കുക. നോട്ടിഫിക്കേഷൻസ് ഓഫാക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഓൺ ആക്കുക. നോയിസ് ക്യാൻസലിംഗ് ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫോക്കസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മ്യൂസിക് കേൾക്കുക. സൊല്യൂഷൻ: നിങ്ങളുടെ വർക്ക് സ്പേസ് ഒപ്റ്റിമൈസ് ചെയ്യുക. അലങ്കോലങ്ങൾ നീക്കം ചെയ്യുക. ആവശ്യ വസ്തുക്കൾ മാത്രം സൂക്ഷിക്കുക. സ്റ്റെപ്പ് 4, ട്രെയിൻ യുവർ മൈൻഡ് ഫോർ ഡീപ്പ് ഫോക്കസ്. യൂസ് ദ പ്രൊമഡോറോ ടെക്നിക്. 25 to 50 മിനിറ്റ് വർക്ക് ചെയ്യുക, ശേഷം 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. രണ്ടാമതായി മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഡീപ്പ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുക. ഇത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാനായി ഹെൽപ്പ് ചെയ്യും. ഡെവലപ്പ് എ ഫോക്കസ് റീച്വൽ. ഫോർ എക്സാമ്പിൾ, ജോലി ആരംഭിക്കുന്നതിന് മുമ്പ് സ്ട്രെച്ചിങ് ചെയ്യുക, ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക, ഒരു ക്ലിയർ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്ത് വെക്കുക. സൊല്യൂഷൻ: ഫോക്കസ് എന്ന് പറയുന്നത് മസിൽ പോലെയാണ്. ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കി ആഴത്തിലുള്ള ജോലി ശീലിച്ചുകൊണ്ട് അതിനെ ദിവസവും പരിശീലിപ്പിക്കുക. സ്റ്റെപ്പ് 5, റെഡ്യൂസ് ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസ്. നമ്പർ 1, ടേൺ ഓഫ് അൺനെസസറി നോട്ടിഫിക്കേഷൻസ്. യൂസ് വെബ്സൈറ്റ് ബ്ലോക്കേഴ്സ് ലൈക്ക് ഫ്രീഡം, കോൾ ടർക്കി ഓർ സ്റ്റേ ഫോക്കസ്ഡ്. നമ്പർ 3, ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോൺ കയ്യെത്തും ദൂരത്തു നിന്നും അകത്തി വെക്കാനും അല്ലെങ്കിൽ മറ്റൊരു മുറിയിൽ വെക്കാനും ശ്രമിക്കുക. സൊല്യൂഷൻ: ഫോൺ അഡിക്ഷൻ നിയന്ത്രിക്കാൻ ആപ്പുകൾ ഉപയോഗിക്കുക. ഫോറസ്റ്റ് അല്ലെങ്കിൽ ഫോക്കസ് കീപ്പർ പോലുള്ള ആപ്പുകൾ. സ്റ്റെപ്പ് 6, മാനേജ് യുവർ എനർജി ലെവൽ. നിങ്ങൾ ടയേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഡിസ്ട്രാക്ഷൻസ് വിജയിക്കുന്നതായിരിക്കും. ഫസ്റ്റ് 1, നന്നായി ഉറങ്ങാനായി ശ്രമിക്കുക. നല്ല രീതിയിലുള്ള ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നമ്പർ 2, ഈറ്റ് ബ്രെയിൻ ബൂസ്റ്റിംഗ് ഫുഡ്സ്. നട്ട്സ്, ഫ്രൂട്ട്സ്, പ്രോട്ടീൻ റിച്ച് മീൽസ് ഇതെല്ലാം കഴിക്കാനായി ശ്രമിക്കുക. നമ്പർ 3, നിങ്ങളുടെ മനസ്സിന് ഉന്മേഷം ലഭിക്കാൻ ചെറിയ ഇടവേളകൾ എടുക്കുക. സൊല്യൂഷൻ: ഹൈ എനർജി ഈസ് ഈക്വൽ ടു ഹൈ ഫോക്കസ്. ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി ആൻഡ് മൈൻഡ്. സ്റ്റെപ്പ് 7, ബിൽഡ് ഡിസിപ്ലിൻ ആൻഡ് സെൽഫ് കൺട്രോൾ. നമ്പർ 1, ഡിസ്ട്രാക്ഷൻസ് കുറയ്ക്കുക. ഫോർ എക്സാമ്പിൾ, അഡിക്റ്റീവായിട്ടുള്ള ആപ്സ് എല്ലാം മൊബൈൽ ഫോണിൽ നിന്നും അൺഇൻസ്റ്റാൾ ചെയ്യുക. ചെറിയ ദൈനംദിന ശീലങ്ങളിൽ ആത്മനിയന്ത്രണം ശീലിച്ചുകൊണ്ട് ശക്തമായ സ്വയം അച്ചടക്കം വികസിപ്പിക്കുക. നമ്പർ 3, ഉത്തരവാദിത്തം ഉപയോഗിക്കുക. ഒരു സുഹൃത്തിനോട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പറയുക. അതുവഴി അവർ നിങ്ങളെ ട്രാക്കിൽ നിലനിർത്തും. സൊല്യൂഷൻ: ചെറിയ വിജയങ്ങളിൽ നിന്ന് ആരംഭിക്കുക. നിങ്ങൾ 1 മണിക്കൂർ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെറിയ പ്രതിഫലം നൽകുക. ഫ്രണ്ട്സ്, ഒരാഴ്ചത്തേക്ക് ഈ കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ഫോക്കസ് എത്രത്തോളം ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെന്ന് സ്വയം മനസ്സിലാക്കുക.